വീട്ടിൽ സൂക്ഷിച്ച 18 ലക്ഷം രൂപ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ 2 യുവാക്കൾ തന്റെ മുഖത്തും വീടിനകത്തും മുളകുപൊടി എറിഞ്ഞ് കവർച്ച ചെയ്തെന്ന പരാതിയുമായി ഒരു വീട്ടമ്മയെത്തി. പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നപ്പോൾ സംഭവത്തിൽ അന്വേഷണം നടത്തിയതിന് പിന്നാലെ പോലീസിന് കിട്ടിയത് സിനിമാ കഥയെ വെല്ലുന്ന ഗൂഢാലോചനയുടെ കഥയാണ്. കോമ്പയാർ സ്വദേശിനിയായ വീട്ടമ്മ ഓണച്ചിട്ടി നടത്തിയിരുന്നു. ഈ ഇനത്തിൽ നെടുങ്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാരികൾ ഉൾപ്പെടെ 156ഓളം ആളുകൾക്ക് പണം നൽകാനുണ്ടായിരുന്നു. ചിട്ടി തീർന്ന് പണം തിരിച്ചു നൽകേണ്ട സാഹചര്യം വന്നപ്പോൾ അതിന് സാധിക്കാതെയായതോടെ മെനഞ്ഞ കഥയായിരുന്നു ഈ കവർച്ച കഥ. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18 ലക്ഷം രൂപ പകൽ 2 മണിയോടുകൂടി ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചു വന്ന 2 യുവാക്കൾ മുഖത്തും വീടിനകത്തും മുളകുപൊടി എറിഞ്ഞ് കവർച്ച ചെയ്തുവെന്നാണ് വീട്ടമ്മ നാട്ടുകാരോട് പറഞ്ഞത്. അതിലൂടെ പണം നൽകാതിരിക്കാനായിരുന്നു തന്ത്രം. വിവരമറിഞ്ഞതിനെ തുടർന്ന് ഇടുക്കി ജില്ലാ പോലീസ് TK വിഷ്ണു പ്രദീപ് IPSന്റെ നിർദ്ദേശമനുസരണം കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെർലിൻ V സ്കറിയ, നെടുങ്കണ്ടം SI ജയകൃഷ്ണൻ നായർ തുടങ്ങി പോലീസ് സംഘം സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മണിക്കൂറുകൾക്കകം തന്നെ വ്യാജ കവർച്ച പരാതി തെളിയിക്കുകയായിരുന്നു. അതിസൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടി നടത്തിയ അന്വേഷണമാണ് നെടുങ്കണ്ടത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള യുവാക്കളടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട അവസ്ഥ വന്നത്. നാട്ടിൽ നടന്ന ഈയൊരു സംഭവം 3 മണിക്കൂറിനുള്ളിലാണ് തെളിയിച്ചത്.